ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡീസ്ട്രക്ചറിങ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. ഡീസ്ട്രക്ചറിങ് എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റിലെ ES6 ഒരു ഫീച്ചറാണ്. സോ ഇറ്റ് സിംപ്ലിഫൈസ് എക്സ്ട്രാക്റ്റിംഗ് വാല്യൂസ് ഫ്രം ഒബ്ജക്ട്സ് ആൻഡ് അറേയ്സ് ഇൻറ്റു ഡിഫറെൻറ്റ് വാരിയബിൾസ്. അതായത് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അറേയിലെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ എലിമെൻസിനെ എക്സ്ട്രാക്റ്റ് ചെയ്തിട്ട് മറ്റൊരു വാരിയബിളിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഡീസ്ട്രക്ചറിങ്. ഇറ്റ് ഓൾസോ ഇംപ്രൂവ്സ് കോഡ് റീഡബിലിറ്റി ആൻഡ് റെഡ്യൂസസ് റിഡൻഡൻസി. അതായത് ഇത് കോഡിനെ കുറച്ചും കൂടെ റീഡബിൾ ആകും, കുറച്ചും കൂടെ വൃത്തിയുള്ളതാക്കും. പിന്നെ സെയിം വാരിയബിൾ നെയിം റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യുന്നത് ഒഴിവാക്കാൻ സഹായിക്കും. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഡീസ്ട്രക്ചറിങ്. അപ്പോൾ ഇതിൽ തന്നെ ഡിഫറെൻറ്റ് ടോപ്പിക്സ് അല്ലെങ്കിൽ ടെക്നിക്സ് ഉണ്ട്. ഒബ്ജക്റ്റ് ഡീസ്ട്രക്ചറിങ്, അറേ ഡീസ്ട്രക്ചറിങ്, നെസ്റ്റഡ് ഡീസ്ട്രക്ചറിങ്. അപ്പോൾ ഇതിലത്തെ ഓരോ ടോപ്പിക്സോ അല്ലെങ്കിൽ ടെക്നിക്സ് ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എനിക്കിവിടെ ഒരു സാമ്പിൾ ഡാറ്റ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു അറേ ഓഫ് ഒബ്ജക്ട്സ് ആണ്, an array which contains multiple objects. അപ്പോൾ ഇതിൽ ഓരോ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഓരോ എംപ്ലോയീൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഓരോ ഒബ്ജക്റ്റിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട് ഓരോ എംപ്ലോയീസിൻ്റെ. അതായത് ID, നെയിം, ഡെസിഗ്നേഷൻ, ഡിപ്പാർട്ട്മെൻറ്റ്, ഏജ്, ഡേറ്റ് ഓഫ് ജോയിനിങ്, അങ്ങനെ കുറച്ച് കോൺടാക്റ്റ്, അതൊക്കെ. അപ്പോൾ ഇതിൽ വെച്ചാൽ ഇത് നെസ്റ്റഡ് ഒബ്ജക്ട്സും ഉണ്ട്. ഇതൊരു ഫസ്റ്റ് ഒബ്ജക്റ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു നെസ്റ്റഡ് ഒബ്ജക്റ്റ് ഉണ്ട്. കോൺടാക്റ്റ് എന്ന് പറയുന്ന ഒരു നെസ്റ്റഡ് ഒബ്ജക്റ്റാണ്. ഈ നെസ്റ്റഡ് ഒബ്ജക്റ്റിൻ്റെ അകത്ത് വേറെ രണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട്, ഇമെയിൽസ് ആൻഡ് ഫോൺ നമ്പേഴ്സ്. ഇമെയിൽസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അറേയാണ്. അങ്ങനെ ഒരു സാമ്പിൾ ഡാറ്റയാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ എംപ്ലോയീസിനെ ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം ലോഗിലേക്ക്, കൺസോളിലേക്ക്. അപ്പോൾ എംപ്ലോയീസിനെ ഞാൻ ഇവിടെ വേറൊരു JS ഫയൽ ഇമ്പോർട്ട് ചെയ്തു. എന്നിട്ട് ജസ്റ്റ് എംപ്ലോയി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് കൊടുത്തു. എന്നിട്ട് എംപ്ലോയീസിനെ ഇവിടെ ലോഗ് ചെയ്തു. അപ്പോൾ ഞാൻ ഒന്ന് റൺ ചെയ്ത് നോക്കാം. അവിടെ കണ്ടു എംപ്ലോയി ഡീറ്റെയിൽസ്. ആ മൊത്തം ഒബ്ജക്റ്റിനെ ജസ്റ്റ് ഇവിടെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്, അറേ ഓഫ് ഒബ്ജക്ട്സിന്. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് ഒരു ഫോർ ലൂപ്പ് എഴുതിയിട്ട് അതിൻ്റെ അകത്ത് ജസ്റ്റ് ID ആൻഡ് നെയിം, എംപ്ലോയീൻ്റെ ID നെയിമും ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഇത് ഞാൻ കളഞ്ഞിട്ട് എംപ്ലോയീസ് ഡോട്ട് ഫോർ ഈച്ച് എംപ്ലോയി കൺസോൾ ഡോട്ട് ലോഗ് ID എംപ്ലോയി ഡോട്ട് ID നെയിം ഇനി വേണമെങ്കിൽ ഏജും കൂടെ ഇടാം. ഏജ് സേവ് ചെയ്തു, റൺ ചെയ്യാണ്. നമുക്ക് കാണാം ID ഓരോ എംപ്ലോയീൻ്റെയും ഡീറ്റെയിൽസ് ഇവിടെ പ്രിൻ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഒരു സ്പേസും കൂടെ കൊടുത്തേക്കാം, കുറച്ചൊന്ന് ഓരോ എംപ്ലോയി ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റാൻ. എങ്ങനെ കിട്ടി? ഇവിടെ ഇപ്പം തന്നെ എഴുതിയപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഈ എംപ്ലോയി ഇവിടെ പാരാമീറ്റർ ആയിട്ട് വന്നു. ഇതിൽ ഓരോ എംപ്ലോയി ഡോട്ട് ID, എംപ്ലോയി ഡോട്ട് നെയിം, എംപ്ലോയി ഡോട്ട് ഏജ്, അങ്ങനെ എഴുതണം. അപ്പോൾ ഇതിപ്പോൾ 3 ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷേ കുറേ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഒരു വ്യൂവിൻ്റെ അകത്ത് അങ്ങനെ അപ്പോൾ കുറേ പ്രാവശ്യം എംപ്ലോയി ഡോട്ട് നെയിം അങ്ങനെ കൊടുക്കണം. അത് കുറച്ചും കൂടെ ഒരു വൃത്തിയില്ലല്ലോ. അപ്പം അപ്പോഴാണ് നമ്മൾ ഈ ഫസ്റ്റ് ടോപ്പിക്കിൻ്റെ യൂസ് വരുന്നത്, ഒബ്ജക്റ്റ് ഡീസ്ട്രക്ചറിങ്. അപ്പോൾ നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ ഡീസ്ട്രക്ചർ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് നമ്മളൊരു വേരിയബിളിനെ ഡിഫൈൻ ചെയ്യുക, കോൺസ്റ്റ്. ഇതൊരു ഒബ്ജക്റ്റിനെയാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. സോ നമുക്ക് കേളി ബ്രേസസ് യൂസ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ജസ്റ്റ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ID മാത്രം കൊടുക്കാം. എന്നിട്ട് ഈക്വൽ ടു ഈ എംപ്ലോയി വേരിയബിളിനെ ഇവിടെ ഇടുന്നു. അപ്പോൾ സംഭവിക്കുക എന്താ വെച്ചാൽ ഈ എംപ്ലോയി വേരിയബിളിൽ നിന്ന് ID എന്ന പ്രോപ്പർട്ടിയിലെ വാല്യൂ ഈ ഒരു ID എന്ന വേരിയബിളിലേക്ക് സെറ്റ് ആവും ഓട്ടോമാറ്റിക്കായിട്ട്. ഇനി നമുക്ക് വേണ്ടത് നെയിം, ഏജ്. അപ്പോൾ 3 സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ എംപ്ലോയി ഡോട്ട് എന്നുള്ള ആവശ്യമില്ല, അത് 3 കളയുന്നു. ഇപ്പോൾ കാണാം ഈ ID, നെയിം, ഏജ് കുറച്ചും കൂടെ ക്ലീൻ ആയില്ലേ. ഇനി ഞാൻ റൺ ചെയ്ത് നോക്കാം, സെയിം ഔട്ട്പുട്ട്. അപ്പം ഡാറ്റ ഇവിടെ കിട്ടി. അതാണ് ഒബ്ജക്റ്റ് ഡീസ്ട്രക്ചറിങ്. ഇനി അറേ ഡീസ്ട്രക്ചറിങ് നോക്കാം. അപ്പോൾ അറേ ഡീസ്ട്രക്ചറിങ് എന്ന് പറയുമ്പം നമുക്കിവിടെ നോക്കാം, അറേ ഡാറ്റ അതാ
ഈ കോണ്ടാക്ട് ഡോട്ട് ഇമെയിൽസ് അല്ലെങ്കിൽ ഫോൺ നമ്പേഴ്സ് എന്ന് പറയുന്നത് അറേയാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് കോണ്ടാക്റ്റ്, അതിനെ നമ്മൾ ആദ്യം ഇവിടെ എക്സ്ട്രാക്ട് ചെയ്യാം. ഈ കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയെ, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഫോൺ നമ്പേഴ്സിനെ നമുക്ക് ആദ്യം പ്രിൻ്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് പ്രൈമറി ഫോൺ നമ്പർ മാത്രം പ്രിൻ്റ് ചെയ്യണം, അല്ലെങ്കിൽ പ്രൈമറി സെക്കൻഡറി. പ്രൈമറി ഫോൺ എന്ന് പറയുന്നത് കോണ്ടാക്റ്റ് ഡോട്ട് ഫോൺ നമ്പേഴ്സിലെ ആദ്യത്തെ നമ്പറാണ് പ്രൈമറി കോണ്ടാക്റ്റ്. അപ്പോൾ നമുക്ക് ഓഫ് 0, അതായത് എറയിലെ ഫസ്റ്റ് എലിമെൻറ്റ്. പിന്നെ സെക്കൻഡ് ഫോൺ നമ്പർ ഓൾട്ടർനേറ്റീവ് ഫോൺ നമ്പർ. ഫോൺ എന്ന് പറയുന്നത് കോണ്ടാക്ട് ഡോട്ട് ഫോൺ നമ്പേഴ്സ് ഓഫ് സെക്കൻഡ് ലൊക്കേഷനിലെ ഫോൺ നമ്പർ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കട്ടെ. കാണാം പ്രൈമറി ഫോൺ ഓൾട്ടർനേറ്റ് ഫോൺ. ഇതെല്ലാ എംപ്ലോയീസിൻ്റെയും അത് പ്രിൻ്റായി. ഇനി നമുക്ക് എറേ ഡിസ്ട്രക്ചറിങ് എന്താ നോക്കാം. അപ്പം ഇവിടെ കോണ്ടാക്റ്റ് വന്നു. അപ്പോൾ കോണ്ടാക്ട് ഡോട്ട് ഫോൺ നമ്പേഴ്സ് എന്ന് പറയുന്നത് എറേയാണ്. അപ്പോൾ അതിനെ നമ്മൾ ഡീസ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു പുതിയ വേരിയബിൾ ഡിഫൈൻ ചെയ്യുക. കോൺസ്റ്റ്, ഇത് എറേ ആയതുകൊണ്ട് സ്ക്വയർ ബ്രാക്കറ്റ്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഈക്വൽ ടു കോണ്ടാക്ട് ഡോട്ട് ഫോൺ നമ്പേഴ്സ്. ഇതിലത്തെ 0th പൊസിഷനിലുള്ളത് നമ്മൾ പ്രൈമറി ഫോണാണ്. അപ്പോൾ നമുക്കിവിടെ പ്രൈമറി ഫോൺ എന്ന് പറഞ്ഞൊരു വേരിയബിൾ സെറ്റ് ചെയ്യാം. പിന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് ആണ്, അത് ഓൾട്ട് ഫോൺ എന്ന് കൊടുക്കാം. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ കോണ്ടാക്ട് ഡോട്ട് ഫോൺ നമ്പേഴ്സ് എന്ന അറയിലെ ഫസ്റ്റ് എലിമെൻറ്റ് പ്രൈമറി ഫോൺ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സെറ്റ് ആവും. കോണ്ടാക്ട് ഡോട്ട് ഫോൺ നമ്പേഴ്സിലെ സെക്കൻഡ് എലിമെൻറ്റ് ഓൾട്ട് ഫോൺ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സെറ്റ് ആവും. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഡയറക്റ്റ് ഈ ഒരു കുറച്ചും കൂടെ ലെസ് ക്ലീനർ കോഡിനെ മാറ്റിയിട്ട് ഡയറക്റ്റ് ഈ വേരിയബിൾ യൂസ് ചെയ്യാം. പ്രൈമറി ഫോൺ ഓൾട്ട് ഫോൺ. സേവ് ചെയ്യുന്നു, റൺ ചെയ്യുന്നു, സെയിം ഔട്ട്പുട്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു മെത്തേഡിനാണ് എറേ ഡീസ്ട്രക്ചറിങ്. അടുത്തതെന്ന് പറയുന്നത് നെസ്റ്റഡ് ഡീസ്ട്രക്ചറിങ്. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം, അതായത് കോണ്ടാക്റ്റ് ഡോട്ട് ഫോൺ നമ്പേഴ്സ്, ഇത് വീണ്ടും ഒരു കോണ്ടാക്ട് ഡോട്ട് ഫോൺ എഴുതേണ്ടി വന്നു. അതിന് പകരം വേണമെങ്കിൽ ഇതിവിടെ തന്നെ ഡീസ്ട്രക്ചർ ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഡോട്ട് ഉപയോഗിക്കാതെ തന്നെ ഇവിടെ ഒരു അതിനാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിയാൽ ഇത് മെയിൻ ഒബ്ജക്റ്റാണ്, ഇതിൻ്റെ ഉള്ളിലൊരു നെസ്റ്റഡ് ഒബ്ജക്റ്റാണ് കോണ്ടാക്റ്റ്. അപ്പോൾ ഈ കോണ്ടാക്റ്റിനെ ഉള്ളിലത്തെ ഈ ഫോൺ നമ്പർ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് നെസ്റ്റഡ് ഡീസ്ട്രക്ചറിങ്. അപ്പോൾ ഈ കോണ്ടാക്റ്റിൻ്റെ ഉള്ളിൽ കോണ്ടാക്റ്റിൻ്റെ ഒരു കോളൻ ഇടുക, എന്നിട്ട് മറ്റൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് ഫോൺ നമ്പേഴ്സ് നേരെ ഇവിടെ ഇടുക. അപ്പോൾ എന്തായി, കോണ്ടാക്റ്റ് ഡോട്ട് ഫോൺ നമ്പർ എന്നുള്ളത് ഒരു ഫോൺ നമ്പേഴ്സ് എന്ന് പറഞ്ഞൊരു വേരിയബിളായിട്ട് സെറ്റ് ആവും. അപ്പോൾ നമുക്ക് ഈ കോണ്ടാക്റ്റ് തന്നെ ഇവിടെ ഒഴിവാക്കാം, റൺ ചെയ്യാം, സെയിം ഔട്ട്പുട്ട്. അപ്പോൾ ഇത് ചെറിയ എക്സാമ്പിൾസിൽ നമുക്ക് എത്രത്തോളം വാല്യുബിൾ ആണെന്നുള്ളത് മനസ്സിലാവില്ല. അപ്പം വലിയ വലിയ എക്സാമ്പിളുകളിൽ കോണ്ടാക്ട് ഡോട്ട് അല്ലെങ്കിൽ അങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് സെയിം വാരിയബിൾ ഇങ്ങനെ യൂസ് ചെയ്യേണ്ട അവസ്ഥകൾ വരും. അപ്പോഴൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആവും. ഇനി ഇതിനെ തന്നെ വീണ്ടും വേണമെങ്കിൽ നെസ്റ്റഡ് ആയിട്ട് ഡീസ്ട്രക്ചർ ചെയ്യാൻ പറ്റും. കാരണം ഇത് ഇപ്പോൾ ഫോൺ നമ്പേഴ്സ് എന്നുള്ളത് വീണ്ടും ഇവിടെ എഴുതി ഡിഫൈൻ ചെയ്തതാണ്. അപ്പോൾ അതിന് പകരം ഇവിടെ തന്നെ ഇതിനെ നെസ്റ്റഡ് ആയിട്ട് വേണേൽ എക്സ്ട്രാക്ട് ചെയ്യാം. അതായത് ഫോൺ നമ്പേഴ്സിൻ്റെ ഉള്ളിലുള്ള ഇത് ഫോൺ നമ്പേഴ്സ് എന്ന് പറയുന്നത് എറേയാണ്, അതിനെ ഇവിടെ നെസ്റ്റഡ് ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്യാം. അതായത് അപ്പം വേറൊരു സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഈ പ്രൈമറി ഫോണും ഓൾട്ട് ഫോണും നമുക്ക് നേരെ കോപ്പി ചെയ്തിട്ട് ഇവിടെ ഇടാം. എന്നിട്ട് ഈ ഒരു ലൈനിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതൊരു നെസ്റ്റഡ് ഡീസ്ട്രക്ചറിങ് ആണ്. അതായത് ഫോൺ നമ്പേഴ്സ് എന്ന എറേനെ ഡീസ്ട്രക്ചർ ചെയ്ത് അതിലത്തെ ഫസ്റ്റ് എലിമെൻറ്റിനെ പ്രൈമറി ഫോണിലും സെറ്റ് ചെയ്യും, സെക്കൻഡ് എലിമെൻറ്റിനെ ഓൾട്ട് ഫോണിലും സെറ്റ് ചെയ്യും. നമുക്കൊന്നും കൂടെ റൺ ചെയ്ത് നോക്കാം, സെയിം ഔട്ട്പുട്ട്. അപ്പോൾ ഇതാണ് നെസ്റ്റഡ് ഡീസ്ട്രക്ചറിങ്. ഇനി വേണമെങ്കിൽ ഇത് കുറച്ച് ലെങ്ത്ത് കൂടിയതുകൊണ്ട് നമുക്ക് ഈ ലൈൻ ഒന്ന് ക്ലീൻ ചെയ്യാം. ഓക്കെ, കുറച്ചുകൂടെ ക്ലീനായി. ഇപ്പം നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നെസ്റ്റഡ് ഡീസ്ട്രക്ചറിങ് കഴിഞ്ഞു, ഡിഫോൾട്ട് വാല്യൂസ്. ഇനി നമുക്കിതിലെങ്ങനെ ഈ ഡീസ്ട്രക്ചർ ചെയ്യുമ്പോൾ ഏതെങ്കിലും പ്രോപ്പർട്ടീസിന് എങ്ങനെ ഡിഫോൾട്ട് വാല്യൂ കൊടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ഡാറ്റയിൽ നോക്കി കാണാം,
ഒരു ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട് ഓരോ എംപ്ലോയീസിനും. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കാണാം സെക്കൻഡ് ഒബ്ജക്റ്റിന് സെക്കൻഡ് എംപ്ലോയിക്ക് ആ ഒരു പ്രോപ്പർട്ടി ഇല്ല, ബ്ലഡ് ഗ്രൂപ്പ് ഡാറ്റ ഇല്ല. തേർഡിന് ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം ഫസ്റ്റ്. അപ്പോൾ നമ്മൾ അതിനെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ബ്ലഡ് ഗ്രൂപ്പ്, എന്നിട്ട് നമുക്ക് ബ്ലഡ് ഗ്രൂപ്പ് ഇവിടെ പ്രിൻ്റ് ചെയ്യാം. ബ്ലഡ് ഗ്രൂപ്പ് പ്രിൻ്റായി. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, അതായത് ഫസ്റ്റിന് കറക്റ്റ് പ്രിൻ്റായി, തേർഡിനും പ്രിൻ്റായി, സെക്കൻഡിന് അൺഡിഫൈൻഡ്. അത് ക്ലീൻ അല്ലല്ലോ. വേണമെങ്കിൽ നമുക്കിവിടെ കണ്ടീഷനൊക്കെ എഴുതിയിട്ട് പ്രിൻ്റ് ചെയ്യാം. അൺഡിഫൈൻഡ് ആണെങ്കിൽ വേറെ എന്തെങ്കിലും വാല്യൂ കൊടുക്കുക അങ്ങനെയൊക്കെ. പക്ഷേ ഈ ഡീസ്ട്രക്ചറിങ്ങിൽ ഇവിടെ ഒരു ഡിഫോൾട്ട് വാല്യൂ കൊടുക്കാൻ പറ്റും. അതായത് ജസ്റ്റ് ഈക്വൽ ടു കൊടുക്കുക. ഇൻ കേസ് ആ ഡാറ്റ ഇല്ലെങ്കിൽ നോട്ട് അവൈലബിൾ, ഇങ്ങനെയൊരു സ്ട്രിങ് യൂസ് ചെയ്യാൻ കൊടുക്കാം. നമുക്ക് ഇത് റൺ ചെയ്ത് നോക്കി ഇവിടെ കാണാം O പോസിറ്റീവ്, എംപ്ലോയി ബ്ലഡ് ഗ്രൂപ്പ് നോട്ട് അവൈലബിൾ, ബ്ലഡ് ഗ്രൂപ്പ് ബി പോസിറ്റീവ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഡിഫോൾട്ട് വാല്യൂ സെറ്റ് ചെയ്യുക. ഡീസ്ട്രക്ചർ ചെയ്ത ഒരു വേരിയബിളിന് ഡിഫോൾട്ട് വാല്യൂ. അപ്പോൾ അത് കഴിഞ്ഞു. അടുത്ത് റിനെയിമിങ് വേരിയബിൾസ്. അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന വേരിയബിൾസ് എന്ന് പറയുന്നത് ഈ എംപ്ലോയി എന്ന ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടി നെയിമായിട്ട് തന്നെയാണ്. അതായത് ഇവിടെ എംപ്ലോയി ഇപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്തതൊക്കെ ID, നെയിം, ഡെസിഗ്നേഷൻ, ഇതൊക്കെ ആ പ്രോപ്പർട്ടീൻ്റെ നെയിം തന്നെയാണ്. പക്ഷേ സം കേസിൽ നമുക്കത് ഒരു വേറൊരു നെയിം സെറ്റ് ചെയ്യേണ്ടി വരും വേരിയബിൾസിന്. അപ്പോൾ അതായത് ഡേറ്റ് ഓഫ് ജോയിനിങ് എന്നത് നമുക്ക് വേറൊരു നെയിം സെറ്റ് ചെയ്യാം. അതായത് ഇവിടെ നമ്മൾ ഡേറ്റ് ഓഫ് ജോയിനിങ് എടുക്കുകയാണ്. അത് നമുക്ക് ജസ്റ്റ് വേറൊരു നെയിം കൊടുക്കാം, കുറച്ചും കൂടെ ഷോർട്ടർ നെയിം, DOJ എന്ന് കൊടുത്ത്. ഇനി ഇത് നമുക്ക് യൂസ് ചെയ്യാം, ഡേറ്റ് ഓഫ് ജോയിനിങ്. എന്നിട്ട് നമുക്ക് DOJ പ്രിൻ്റ് ചെയ്യാം. എന്നിട്ട് റൺ ചെയ്താൽ നമുക്ക് കാണാം പ്രിൻ്റായി. ഇതിലൊറ്റൊരു വ്യത്യാസം വെച്ചാൽ ഇതാണ് ആ ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടി നെയിം. അത് നമ്മൾ വേരിയബിളായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ ജസ്റ്റ് അതിൻ്റെ വേരിയബിൾ നെയിം ചേഞ്ച് ചെയ്തു. അതാണ് റിനെയിമിങ് വേരിയബിൾ. അടുത്ത സംഭവം എന്ന് പറയുന്നത് റെസ്റ്റ് ഓപ്പറേറ്റർ ഇൻ ഡീസ്ട്രക്ചറിങ്. അതായത് ഇപ്പോൾ നമുക്ക് കാണാം നമ്മൾ ഇത്രയും പ്രോപ്പർട്ടീസ് ഇവിടെ ഡിഫൈൻ ചെയ്തു. അതായത് ഇത്രയും ആ എംപ്ലോയി എന്ന ഒബ്ജക്റ്റിൻ്റെ ഇത്രയും പ്രോപ്പർട്ടീസിനെ നമ്മൾ വേരിയബിൾസ് ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്തു. ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ബാക്കി എല്ലാ ഡാറ്റയും കൂടെ ഒരു കോമട്ടിന് $rest ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റിലെ ബാക്കി വാല്യൂസൊക്കെ, ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ വാല്യൂ ഒക്കെ ഈ റെസ്റ്റ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സെറ്റ് ആവും. അപ്പോൾ നമുക്കിത് ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. അതർ ഡീറ്റെയിൽസ് കൊടുക്കാം, റൺ ചെയ്ത് നോക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം അതർ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഡെസിഗ്നേഷൻ ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്, അത് രണ്ടും പ്രിൻ്റായി. അപ്പോൾ ഇങ്ങനെയാണ് അത് റെസ്റ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഈ ഡീസ്ട്രക്ചർ ചെയ്യുമ്പം അതിൽ ഡീസ്ട്രക്ചർ ഇതുവരെ ചെയ്യാത്ത പ്രോപ്പർട്ടീസൊക്കെ റെസ്റ്റ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സെറ്റാവും. അങ്ങനെ അത് പ്രിൻ്റ് ചെയ്യാം. ഇത് വേണമെങ്കിൽ ഇങ്ങനെ പ്രിൻറ്റും കൂടെ ചെയ്യാം. ഇത് റെസ്റ്റ് ഡോട്ട് അങ്ങനെയും യൂസ് ചെയ്യാൻ പറ്റും, ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഡെസിഗ്നേഷൻ. ഇതൊരു മറ്റൊരു ഒബ്ജക്റ്റായിട്ടാണ് ഡിഫൈൻ ആവുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡീസ്ട്രക്ചറിങ് ഇൻ ഫങ്ഷൻ പാരാമീറ്റേഴ്സ്. ഡീസ്ട്രക്ചറിങ് ഇൻ ഫങ്ഷൻ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്, ഞാൻ ഒന്നത് ക്ലീൻ ചെയ്യട്ടെ, ഭയങ്കര ഡാറ്റ കൂടി. ഓക്കെ, ഇതൊക്കെ കളയുന്നു. ഓക്കെ, നമുക്ക് 2 ഡാറ്റ മതി. അപ്പോൾ ID നെയിം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതൊരു ഫങ്ഷനാണ്, അതായത് ഫോർ ഈച്ച് എന്ന മെത്തേഡിൻ്റെ കോൾ ബാക്ക് ഫങ്ഷനാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഈ ഫങ്ഷൻ്റെ പാരാമീറ്ററാണ്. ഇത് നമ്മൾ ഈ എംപ്ലോയി എന്ന ഒബ്ജക്റ്റിനെ അഥവാ പാരാമീറ്ററിനെ ഇവിടെ ഇട്ടിട്ട് വീണ്ടും ഇങ്ങനെ ഡീസ്ട്രക്ചർ ചെയ്യണമെന്നും ആവശ്യമില്ല. ഇത് നമുക്ക് ഈ ഒരു ലൈൻ തന്നെ കളയാം. എന്നിട്ട് അല്ലെങ്കിൽ കളയാൻ തന്നെ ഇത് ഡയറക്റ്റ് ഇവിടെ ഡിഫൈൻ ചെയ്യാം. ഈ എംപ്ലോയി എന്നതിന് ഒരു അതായത് കേളി ബ്രേസ് കൊടുത്തിട്ട്
ഒബ്ജക്റ്റ് ആക്കി മാറ്റുക. എന്നിട്ട് ഇവിടെ ഡയറക്റ്റ്ലി നമുക്ക് ID, നെയിം എന്ന് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ലൈനിൻ്റെ ആവശ്യമില്ല. എന്നിട്ടൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇത് മൂന്നും സെറ്റായി. അപ്പോൾ ഇങ്ങനെയാണ് ഡീസ്ട്രക്ചറിങ് ഇൻ ഫങ്ഷണൽ പാരാമീറ്റേഴ്സ്. അതായത് നമുക്കിപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിലേക്ക് നമ്മളൊരു ഒബ്ജക്റ്റ് പാസ് ചെയ്യാണ് പാരാമീറ്ററായിട്ട് അല്ലെങ്കിൽ ആർഗ്യുമെൻ്റ് ആയിട്ട്. എന്നിട്ട് ആ ഫംഗ്ഷനിൽ നിന്ന് അത് നമുക്ക് എക്സ്ട്രാക്റ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി റെസ്റ്റ് ഓപ്പറേറ്റർ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത സ്ഥിതിക്ക് ഇനി ഒരു ടോപ്പിക് കൂടെ ഞാൻ ജസ്റ്റ് പറയാം. അതായത് സ്പ്രെഡ് ഓപ്പറേറ്റർ. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ വേറൊരു ഒബ്ജക്റ്റ് ഉണ്ട്, കോൺസ്റ്റ് കമ്പനി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് കമ്പനി നെയിം എന്ന് പറയുന്നത് ABC.com എന്നുണ്ട് വിചാരിക്കാം. അഡ്രസ്സ് എന്താ കൊടുക്കുക, ഇന്ദിരാനഗർ ബാംഗ്ലൂർ എന്ന് കൊടുത്തു. ഇനി നമ്മൾ പുതിയൊരു ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്, കോൺസ്റ്റ് എംപ്ലോയി ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഈ ID നെയിം നെയിം എന്നതാണ്. എന്നിട്ട് ജസ്റ്റ് ഞാൻ ഇവിടെ ഒരു ഇതൊക്കെ കളയട്ടെ, എംപ്ലോയി ഡീറ്റെയിൽസ് റൺ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ജസ്റ്റ് ആ ഒബ്ജക്റ്റ് പ്രിൻ്റ് ചെയ്യാണ്, ഓരോ എംപ്ലോയിൻ്റെ ഡീറ്റെയിൽസ്. എന്നിട്ട് ഈ ഒരു പുതിയ ഒബ്ജക്റ്റിലേക്ക് നമുക്ക് ഈ ഓരോ എംപ്ലോയീസിനും കമ്പനി ഡീറ്റെയിൽസും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഈ കമ്പനി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് കോപ്പി ചെയ്യുക. റെസ്റ്റ് ഓപ്പറേറ്റർ പോലെ തന്നെയാണ് ഈ സ്പ്രെഡ് ഓപ്പറേറ്റർ. നമുക്കൊരു ട്രിപ്പിൾ ഡോട്ട് ഇടുന്നു, ഈ കമ്പനി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ വേരിയബിൾ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക നോക്കി നോക്കാം. ഇവിടെ കണ്ടില്ലേ, ഓരോ എംപ്ലോയി ഡീറ്റെയിൽസിൻ്റെ കൂടെ ആ ഡീറ്റെയിൽസ് ഒബ്ജക്റ്റിൻ്റെ കൂടെ കമ്പനി നെയിം അഡ്രസ്സ് എന്ന പ്രോപ്പർട്ടി കൂടെ ആഡായി. അതായത് ഒരു കമ്പൈൻ ആവുന്ന പോലെയാണ്. ഈ ഒബ്ജക്റ്റിലേക്ക് ഈ ഒബ്ജക്റ്റും കൂടെ ആഡ് ചെയ്യും, അഥവാ കമ്പൈൻ ആവും. അതിനാണ് സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുക. ഇനി EX6 വേറൊരു ഫീച്ചർ എന്താ വെച്ചാൽ, ഇവിടെ നമ്മൾ ID എന്ന് സെറ്റ് ചെയ്തില്ലേ, ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ പുതിയ ക്രിയേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റിന് ഇങ്ങനെ ഒരു 2 പ്രോപ്പർട്ടി നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ID എന്ന പ്രോപ്പർട്ടിയിലേക്ക് ഈ വാരിയബിൾ സെറ്റ് ചെയ്യുന്നു, നെയിം എന്ന പ്രോപ്പർട്ടിയിലേക്ക് ഈ വാരിയബിളിലെ വാല്യൂ സെറ്റ് ചെയ്യുന്നു. അപ്പം ES6 കേസുകളിൽ അതായത് ഈ പ്രോപ്പർട്ടി നെയിമും വാരിയബിൾ നെയിമും സെയിം ആണെങ്കിൽ നമ്മൾ റിപ്പീറ്റഡായി എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ക്ലിയർ ചെയ്ത് കളയാം, നെയിമും ക്ലിയർ ചെയ്ത് കളയാം. ജസ്റ്റ് ID, നെയിം എന്ന് ഇട്ടാൽ മതി. അപ്പോൾ സംഭവിക്കുക എന്താ വെച്ചാൽ ഈ പുതിയ ഒബ്ജക്റ്റിൻ്റെ ID എന്ന പ്രോപ്പർട്ടിയിലേക്ക് ഈ വാരിയബിളിലെ വാല്യൂ സെറ്റ് ആവും. സേവ് ചെയ്യുന്നു, റൺ ചെയ്യുന്നു, കണ്ടില്ലേ, സെയിം ഔട്ട്പുട്ട്. അപ്പോൾ ഇത്രയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് കമൻറ്റിലിടുക, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു.